ഒടുവിൽ ഇതാ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ഒരു പരാമർശം, അല്ലെങ്കിൽ കോടതി ഇതാ രാഹുൽ ഗാന്ധിക്കെതിരെ വടിയെടുക്കുന്നു സുരേഷ് സാർ. ഇനി സവർക്കറെ പറ്റിയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയോ അറിയാത്ത ഒരു കാര്യം മിണ്ടിയാൽ കേസ് എടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയോട് നമ്മുടെ കോടതി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ സുരേഷ് സാർ, നമ്മുടെ ഒരു പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിനോട് നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം പറയാണ്, ഇനി എന്തെങ്കിലും കാര്യം, അറിയാത്ത കാര്യം മിണ്ടിപ്പോയാൽ കേസ് എടുക്കുമെന്ന്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു തോൽവിയാണ് താനെന്ന് ആ മനുഷ്യൻ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആണ്. ഒരു ഇലക്ഷൻ തോറ്റു, വേറൊരു ഇലക്ഷൻ തോറ്റു, പിന്നെ ഒരു ഇലക്ഷൻ തോറ്റു. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിക്ക് ഹിന്ദു ഐക്കോൺസിനെ ആരെയും കണ്ടുകൂടാ. അതിൽ ഏറ്റവും വലിയൊരു ഐക്കോണാണ് വീർ സവർക്കർ. സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞിരുന്നു, മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിനെ പൂജിക്കും. ഇതിനു മുമ്പും മഹാരാഷ്ട്രയിൽ പോയി ഒരു സ്പീച്ച് കൊടുത്തപ്പോൾ ശരത് പവാർ സോണിയാഗാന്ധി വിളിച്ചു പറഞ്ഞു, ഈ പയ്യനെ ഇങ്ങോട്ട് അയച്ചു പോരുതെന്ന് തുടങ്ങാം. അങ്ങേർക്ക് അറിയാം അവിടുത്തെ ഇമ്പാക്ട് എന്തുണ്ടാവും എന്നുള്ളതിനെ പറ്റി. രാഹുൽ ഗാന്ധിക്ക് വേറൊന്നല്ല, ഈ RSSനെ പറ്റി ഇതുമാതിരി പറഞ്ഞിട്ടുണ്ട്. എല്ലാ മോദിക്കാരും കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കേസായി. ഒരു ലൈസൻസ് ഇല്ല വർത്താനം പറയണം, ഒരു മെച്യൂരിറ്റി ഇല്ല. അത് കാണിക്കണ്ട, അത് നാച്ചുറൽ ആണ്. ബിക്കോസ് ഒരു പൊളിറ്റീഷ്യൻ അല്ല, ആരോ എന്തോ എഴുതി കൊടുത്തൊരു കടലാസ് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. ഇപ്പൊ വീർ സവർക്കറിനെ പറ്റിയിട്ട് തന്നെ സുപ്രീം കോടതി എന്താണ്, വലിയൊരു ഫ്രീഡം ഫൈറ്ററാണ്. രാഹുൽ ഗാന്ധി എടുത്തോണ്ട് നിങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, നിങ്ങളുടെ ഗ്രാൻഡ് മദർ ഇന്ദിരാഗാന്ധി ഒരു എഴുതിയായിരുന്നു സവർക്കറിനെ പറ്റിയിട്ട്, ബ്രേവ് ഫ്രീഡം ഫൈറ്റർ സൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, ആ എഴുത്തും എനിക്ക് അന്നൊരു 5000-10000 രൂപ കാശ് കൊടുത്തു ഇന്ദിരാഗാന്ധി. സവർക്കറിന് സ്റ്റാമ്പ് റിലീസ് ചെയ്യിപ്പിച്ചു കൊടുത്തു. ഇതെന്താ രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞുകൂടെ? ഇതൊക്കെ അറിയാം രാഹുൽ ഗാന്ധിക്ക്. പക്ഷെ ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധിക്ക് ഈ ഹിന്ദുത്വ ആയിക്കോ, ഇതേമാതിരി രാഹുൽ ഗാന്ധി വല്ല വേറൊരു ഈ പറഞ്ഞ മാതിരി മുസ്ലിം കുറെ പേരുണ്ടായിരുന്നുള്ളൂ നമ്മളവിടെ പേരെടുക്കേണ്ടി അവരൊന്നും. അവരെ പറ്റി എന്താ മിണ്ടാത്തത്? അവിടെ നടന്ന മാപ്പിള ലഹരെ പറ്റി എന്താ മിണ്ടാത്തത്? അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരുന്നു 1921. സോ അതുകൊണ്ടാ ഈ ഇദ്ദേഹം, ദാറ്റ് ഇസ് വീർ സവർക്കർ സഹിച്ച ഒരു ശതമാനം ആ കാലാപാനി ആൻഡമാൻസിൽ കിടന്ന് സഹിച്ചത്, അത് രാഹുൽ ഗാന്ധി സഹിച്ചെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംഭവിച്ചു കൊടുക്കാം. ഈ വീർ സവർക്കറിനെ പറ്റി വായിക്കുമ്പോൾ തന്നെ ഞാൻ വിക്രം സമ്പത്തിന് ഒരു ഡബിൾ വോള്യൂം ഉണ്ട്, അതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. വിക്രം സമ്പത്ത് ഒരു ക്ലോസ് ഫ്രണ്ടാണ്. വിക്രം തന്നെ പറഞ്ഞിരുന്നു, ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പോയിരുന്ന ലണ്ടനിൽ ഓൾമോസ്റ്റ് 1 കൊല്ലം റിസർച്ച് ചെയ്തിട്ടാണ് വീർ സവർക്കറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടി. നമുക്കെല്ലാം അറിയാം, ഒരു എന്താ പറയാ അഭിനവ് ഭാരത്തും അതുമല്ലാണ്ട് അവിടെ ബ്രിട്ടനിലും പാരീസിലും ഒക്കെ ബ്രിട്ടീഷുകാരെ കോൺസ്റ്റന്റ് ആയിട്ടൊരു ക്യാമ്പയിൻ നടത്തിയ ആളായിരുന്നു വീർ സവർക്കർ. അവസാനമാണ് അവർക്ക് മതിയായിട്ട് ഇയാളെ പിടിച്ച് ജയിലിലിട്ട് കപ്പലിലാണ് ഇന്ത്യക്ക് കൊണ്ടുവന്നപ്പോൾ മാർസയിൽ വെച്ച് കപ്പലിൽ ചാടുകയും ചെയ്തിരുന്നു. പക്ഷെ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് ഇവരൊന്ന് കണ്ടുകൂടാ. ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് RSSനെ പറ്റി പറഞ്ഞു, RSS ഇങ്ങനെയാണ്. സവർക്കറെ പറ്റി പറയുമ്പോൾ ഐ ആം ഗാന്ധി നോട്ട് സവർക്കർ. ഈ കള്ളഗാന്ധി എവിടുന്ന് വന്ന എല്ലാവർക്കും മനസ്സിലാവും പേര്. ഫിറോസ് ഗാന്ധിയുടെ പേരാണത്. പക്ഷെ ഇവൻ പറയുന്നിടത്ത് തോന്നിയത് മഹാത്മാഗാന്ധിയുടെ ചെറുമാനോ എന്തോ വല്ല മാറി വർത്താനം പറയും. പക്ഷെ ഈ എന്തായാലും സുപ്രീം കോടതി കൊടുത്തൊരു അടി ശരിക്കൊരു അടി തന്നെയാണ്. ഇനി തൊട്ട് വായ തുറന്നു പോയാൽ ഞങ്ങൾ ഈ കേസ് പിന്നെ തിരിച്ചു കൊണ്ടിരുന്ന പോലെ, ഒരു ലൈസൻസ് ഇല്ലാണ്ട് വർത്താനം പറയാൻ പാടില്ല. അതിലൊരു ലെറ്ററിൽ വീർ സവർക്കർ യുവർ ഒബീഡിയന്റ് സർവൻറ്റ് എന്നാണ് എഴുതി. അതൊരു കോമൺ യൂസർ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷിൽ ആ കാലത്ത്. അപ്പൊ സുപ്രീം കോടതി തന്നെ മഹാത്മാഗാന്ധി ചൂണ്ടിക്കാണിച്ചു, മഹാത്മാഗാന്ധി ഇതേമാതിരി എഴുതിയിട്ട്, അപ്പൊ മഹാത്മാഗാന്ധിയും ബ്രിട്ടീഷ് സർക്കാരിന്റെ സർവന്റ് ആയോ എന്ന് ചോദിച്ചു. ഈ പയ്യനെ പറഞ്ഞ മാതിരിയില്ലേ, ഒരു മഹാത്മാഗാന്ധി, നെഹ്റു ഇവർ മാത്രമേ ഉള്ളൂ ഭാരതത്തിന് സ്വാതന്ത്ര്യം കൊണ്ടുവന്നത്. പട്ടേലും ഇല്ല, വേറെ ആരും ഇല്ല. എന്നിട്ട് പിന്നെ അംബേദ്കറെ പറ്റി പറയാം. അംബേദ്കറെ പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയ ആൾക്കാരാണ് ഇവര്. പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നില്ല, തിരിച്ചോളൂ, മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയ ആൾക്കാരാണ്. അംബേദ്കറെ 2 പ്രാവശ്യം തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ്. അത് നെഹ്റു ആയിരുന്നു മെയിൻ ആയിട്ട് ക്യാമ്പയിൻ ചെയ്തത് അംബേദ്കറിന്റെ വിരുദ്ധമായിട്ട്. അപ്പൊ ഈ രാഹുൽ ഗാന്ധിക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് അറിയണം, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ വായ അടച്ച് മിണ്ടാണ്ടിരിക്കണം. അല്ലെങ്കിൽ തോന്നിയ മാതിരി ഓരോ സ്ഥലത്ത് പോയി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി ഇനിയും കിട്ടാൻ പോണ അടി കിടക്കണേ ഉള്ളൂ. ബിക്കോസ് ഇനി കുറെ കേസുകളുണ്ട് ഇതേമാതിരി. എല്ലാ മോദി ആൾക്കാരും കള്ളന്മാരാണ്. അപ്പോഴാണ് ഗുജറാത്തിൽ പോയിട്ട് അപ്പൊ കിട്ടിയില്ല ഡോസ് അവിടുന്ന്. ഗുജറാത്തിൽ അടുത്ത പ്രാവശ്യം ഇലക്ഷന് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ അവർ ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞ എല്ലാ മോദിക്കാരും കള്ളന്മാരാണെന്ന്, ഇപ്പൊ എന്ത് പറ്റിയും ചോദിക്കും. അതാണ് പ്രോബ്ലം. ഇത് ഇവരുടെ ഒരു എന്താ പറയുക, ഒരു മെച്യൂരിറ്റി ഇല്ല, പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഇല്ല. അതിന് ഭജന പാടാനും അതിന് സിന്ദാബാദ് വിളിക്കാനും കുറെ KC വേണുഗോപാലിന്റെ പാർട്ടികളും ഉണ്ടാവും.
ഈ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ സുരേഷ് സാർ 19 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. ഒരു എന്താ കോൺഗ്രസിന്റെ രാജകുമാരനും കൊച്ചുമകനും ചെറുമകനും ഒക്കെ ആയാലും വയസ്സ് 5ഉം 10ഉം ഒന്നുമല്ല. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്. മല്ലികാർജുൻ ഖാർഗെയെ ഒരു എന്താ പറയാ ഒരു സ്റ്റാമ്പ് പോലെ അവർ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെല്ലാം ഉള്ള ആൾ ആരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മെച്യൂരിറ്റി ഇല്ല എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഒരു ചെറിയ പയ്യനൊന്നും അല്ലല്ലോ, ഇത്രയും വയസ്സുള്ള ഒരാളല്ലേ, ഒരു നാഷണൽ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവല്ലേ. ആ രീതിയിൽ ഇനിയും അറിയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം എനിക്ക് പേഴ്സണലി തോന്നിയതാണ് സുരേഷ് സാർ, ഇവരാരെ നിർത്തും? ആരെയാണ് ഇവർ നിർത്തുക? ഖാർഗെനെ ഇവർക്ക് പൂർണ്ണമായി ഏൽപ്പിക്കാൻ സാധിക്കുന്നില്ല. വേറെ ആരെയും സച്ചിൻ പൈലറ്റിനെ പോലെയുള്ള ആളുകളെ സാധിക്കുന്നില്ല. ആരെയും പറ്റുന്നില്ല. അതാണ് ഇവർക്ക് ഈ പറഞ്ഞ മാതിരി ഈ ഒരു വേറൊരു നെക്സ്റ്റ് ജനറേഷൻ ലീഡർഷിപ്പ് ഇല്ല. ഇപ്പൊ BJP തന്നെ കണ്ടുവരും. BJPയുടെ അദ്വാനി തൊട്ട് മുരളി മനോഹർ ജോഷി തൊട്ട് അതിനു മുമ്പ് ജാന കൃഷ്ണമൂർത്തി ഉണ്ടായിരുന്നു, വെങ്കയ്യ നായിഡു ഉണ്ടായിരുന്നു, പിന്നെയാണ് മോദിജി വന്നത്. അത് കഴിഞ്ഞ നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് ഉണ്ട്, അമിത്ഷാ ഉണ്ട്, ബാക്കിയുള്ളവരുണ്ട്, ഇവൻ അണ്ണാമല ഉണ്ട്. എങ്ങനെയാണ് BJP ഇങ്ങനെ? ബിക്കോസ് അവർക്ക് അവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല. കോൺഗ്രസ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. എവിടെ രാഹുൽ ഗാന്ധിക്കെതിരെയോ സോണിയാഗാന്ധിക്കെതിരെയോ പ്രിയങ്ക വാദ്രയ്ക്കെതിരെയോ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പാർട്ടി പുറത്തേക്കാക്കും. നമ്മൾ കണ്ടിട്ട് അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് ഈ പാർട്ടിയിൽ. അവർക്ക് അവരാണ് ഏറ്റവും വലിയ ആൾക്കാർ. അവരൊരു തെറ്റും ചെയ്യില്ല. എത്ര ഇലക്ഷൻ തോറ്റാലും രാഹുൽ ഗാന്ധി സിന്ദാബാദാണ്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ഫിലോസഫി. രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കണം, ബാക്കിയുള്ളവർക്കും ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം ആരാണ് അതുപോലെ ഫ്രീഡം ഫൈറ്റേഴ്സിന് ഒന്നും അറിയാത്ത ആളാണ് സ്പീച്ച് കൊടുക്കുന്ന സുപ്രീം കോടതി പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ അറിയാന്നാ ചോദിച്ചത്. നിങ്ങളുടെ ഈ പറഞ്ഞ മാതിരി വീർ സവർക്കറിനെ പറ്റി പറയുമ്പോൾ വാട്ട് യു നോ അബൌട്ട് ഹിം? ഹീസ് ഐക്കോൺ, ഫ്രീഡം മൂവ്മെന്റ് ഐക്കോൺ ആയിരുന്നു സുപ്രീം കോടതി. ഇനി എന്ത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് നമുക്ക്? രാഹുൽ ഗാന്ധി എന്ത് പറയും? നാളെ പിന്നെയും പോയി പറയോ ദാറ്റ് ഐ എം നോട്ട് എ സവർക്കർ, ഐ എം എ ഗാന്ധി? നാളെ വേറെ ആരെങ്കിലും കയറി പിടിക്കും. RSS ഓൾറെഡി കുറെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മോദി എന്ന് പറഞ്ഞാൽ മോദിക്കാർ കുറെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഓരോ സ്ഥലത്ത് അടികിട്ടി ഈ പറഞ്ഞ മാതിരി ഒരു നാണോ ഇല്ല ശരിക്കും പറഞ്ഞു. എന്തെങ്കിലും ഹിസ്റ്ററിയെ പറ്റി അറിയോ എന്നാ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. പഠിക്കാൻ ഞാൻ വായിച്ചറിഞ്ഞിട്ട് വേറെന്തല്ല, ഹിന്ദുക്കളെ ദേഷ്യമാണ്. അതാണ് എന്റെ മെയിൻ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ കാശ്മീരിൽ നടന്ന പഹൽഗാമിൽ നടന്ന അറ്റാക്ക് കണ്ടില്ല, ഹിന്ദുക്കളുടെ നേരെയുള്ള ദേഷ്യമാണ്. അതേ ദേഷ്യമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ കണ്ണുശനിയെ കണ്ടുകൂടാ. ബാക്കിയുള്ള ഏത് മതത്തിലെ ആൾക്കാർ വന്നാലും ഒരു കുഴപ്പമില്ല. ഹിന്ദുക്കളെ വിഭജിക്കുക, കാസ്റ്റ് ബേസിസിൽ കാസ്റ്റ് സർവേ നടത്തി ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്യുക. ഹിന്ദുക്കളെ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പാടില്ല. SC വേറെ ആക്കുക, ST വേറെ ആക്കുക, OBC വേറെ ആക്കുക, അതിൽ വേറെ കാസ്റ്റ് ഡിവിഷൻസ് കൊണ്ടുവരിക, കാസ്റ്റ് സർവേ നടത്തുക. ഈ കാസ്റ്റ് സർവേയുടെ എന്താ പറയുക മെയിൻ റീസൺ ഇതാണ്, മെയിൻ സ്ട്രാറ്റജി ഇതാണ്, ഹിന്ദുക്കളെ വിഭജിക്കുക എന്നാണ്. ഹിന്ദുക്കളെ ഒറ്റയടിക്ക് ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് ഇവരുടെ സ്ട്രാറ്റജി. തീർച്ചയായും. വേറൊരു കാര്യം എന്താണെന്നറിയോ സുരേഷ് സാർ, ഇന്നലെ ഇത്രയും കാര്യങ്ങൾ രാഹുലിനോട് പറയുന്ന കൂട്ടത്തില് കോടതി ചോദിച്ചൊരു കാര്യം, എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്തിനിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു? സാർ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്, കോടതി മഹാരാഷ്ട്രയിൽ വീർ സവർക്കറെ ആരാധിക്കുന്നവരുണ്ടെന്ന്. അവസാനം രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ നമ്മുടെ കോടതിക്ക് ഉറപ്പ് നൽകിയാണ്, ഇനി മേലാൽ ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന്. വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോ സാർ എനിക്ക് തന്നെ തോന്നി, ഷോ എന്ത് കഷ്ടല്ലേ എന്ന്. അതാണ് ഈ ചെറിയ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ടീച്ചർ പറയും ഇവന്റെ ക്ലാസ്സിൽ മര്യാദയ്ക്ക് പഠിക്കില്ല കേട്ടോ, ഇവൻ ശരിക്കും സ്ഥലത്ത് ഇരിക്കില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും പിടിച്ച് 2 അടി കൊടുക്കും. അവിടെ ഇരിക്കണമെന്നുണ്ട് മര്യാദയ്ക്കുന്നുണ്ട് ടീച്ചറുടെ മുമ്പിൽ വെച്ച് പേടി വരാൻ വേണ്ടി. രാഹുൽ ഗാന്ധിയുടെ കേസ് തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് ഈ പറഞ്ഞ മാതിരി കോൺസ്റ്റന്റ് ആയിട്ട് അവര് വിചാരം അഭിഷേക് മനു സിംഗ്വിയോട് അയച്ച കോടതി അപ്പൊ തന്നെ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കുന്നത് ഉണ്ടായില്ലോ. അത് അതാണ് നമ്മൾ അറിയേണ്ടത്. ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആൾക്ക് ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഇല്ലെങ്കിൽ വീട്ടിലിരിക്കണം, അല്ലാണ്ട് വലിയ നേതാവായിട്ട് നടക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും ആ രീതിയിൽ രാഹുൽ ഗാന്ധിയെ എനിക്ക് തോന്നിയ ഒരു അത്ഭുതം അതാണ്. എന്തുകൊണ്ടോ പഹൽഗാമിന്റെ ഒരു വിഷയം നിൽക്കുന്നത് ആണോ എന്നറിയില്ല. ആണെങ്കിൽ പോലും ഇത്തരം വാർത്തകൾ പൊതുവെ ശ്രദ്ധിക്കപ്പെടാതെ പോവേണ്ട ഒന്നല്ല. എവിടെയും കോൺഗ്രസ്സുകാരുടെ ആരുടെയും പേജിൽ ഇതിന് ഐക്യദാർഢ്യ പ്രസ്താവനകളില്ല. ഇവിടെ കോടതി ഒരു മോശം നിരീക്ഷണം നടത്തി എന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. ഇങ്ങനെ ഒരു കാര്യം നടന്നതേ നമ്മുടെ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. അല്ല, ഇവിടുത്തെ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ടൈംസ് ഓഫ് ഇന്ത്യയിലും എവിടുത്തെ ഡെക്കൻ ക്രോണിക്കലും എവിടുത്തെ എല്ലാ പേപ്പറുകളിലും വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലെ എല്ലാ ചാനലുകളിലും വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ മലയാളി മീഡിയയിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അവിടെ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും കിടന്ന് കളിയോട് കളിയല്ല. രാഹുൽ ഗാന്ധിയെ പറ്റി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അഗെയിൻസ്റ്റ് ആയിട്ട് അന്ന് അവർ തടഞ്ഞു നിർത്തും ന്യൂസ്. അതേസമയത്ത് രാഹുൽ ഗാന്ധി കശ്മീരിൽ പോയി ആരോ കണ്ടു, അത് വലിയ ഫോട്ടോ ആക്കിയിട്ട്
ഞാൻ പറയേണ്ട ചാനലിന്റെ പേരൊക്കെ, പക്ഷെ കഷ്ടം തന്നെ കേരളത്തിലെ മീഡിയ ചാനൽസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇത് ന്യൂസാണ്, പക്ഷെ ഈ ന്യൂസ് അവർ ബുക്കി, അതാണ് അവർക്ക് വേണ്ടത്. അതൊരു കോൺട്രാക്ട് ആണ് അവർക്ക് കോൺഗ്രസിന്റെ കൂടെ ഉള്ളത്, ജിഹാദികളുടെ കൂടെ. യെസ്, എന്തായാലും വ്യക്തമാണ് സാർ. രാഹുൽ ഗാന്ധിയെ പോലൊരു പ്രതിപക്ഷ നേതാവ് ഈ രീതിയിൽ കോടതിയിൽ നിന്നും നിരന്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു, അതും സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ അപമാനിച്ച പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുന്നതിന്റെ പേരിൽ എന്നതാണ് ഖേദകരം. വ്യക്തമാണ്. താങ്ക് യു സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.